നമസ്കാരം. ഞാൻ ഇന്ന് നമ്മുടെ ഷെഫ് പിള്ളയില്ലേ, പുള്ളിക്കാരൻ്റെ ഒരു ഡിഷ് ട്രൈ ചെയ്യാൻ പോണേ. ഒരു മിനി വെർഷൻ ഓഫ് നിർവാണം. ചെറിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുട്ട വെച്ചിട്ടുണ്ടാക്കുന്നത് എഗ് നിർവാണം. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബാ. ഒരു ബൗളിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. ഒരു കുഞ്ഞു തക്കാളി നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. സ്വല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്ത് തേങ്ങാപ്പാൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു വാഴയില 2ആയിട്ട് കീറിയിട്ട് 2 സൈഡായിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ടാണ് ഇല വെച്ച് കൊടുത്തേക്കുന്നത്. ആ ഇലയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അതിലേക്ക് സവാളയും തേങ്ങാപ്പാലും എല്ലാം കൂടെ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേറൊരു വാഴയില വെച്ച് ഇത് മൂടിയിട്ട് ചെറിയ തീയിൽ ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇങ്ങനെ വാഴയിലയിൽ കുക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ രുചി. സവാള ചെറുതായിട്ട് വെന്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഒരു 4 മുട്ട അതിലേക്ക് ഉടച്ച് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. സ്വല്പം കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇനി കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ബാക്കിയിരുന്ന തേങ്ങാപ്പാലും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ വെറും 5 മിനിറ്റ് കൊണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് നിർവാണം റെഡി. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുട്ട ഉടയാതെ എടുക്കാം, ഉടച്ചെടുക്കാം. ഞാനിവിടെ മുട്ട നന്നായിട്ട് ഉടച്ചു കൊടുത്തു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ ടേസ്റ്റ് കറിയിൽ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉടച്ചു കൊടുത്തത്. നമ്മുടെ എഗ് നിർവാണയ്ക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഗീ റൈസ് ആണ്. അപ്പൊ ഞാൻ കുറച്ച് ഗീ റൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. കൈയുടെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി, നല്ല കോമ്പിനേഷൻ. അപ്പൊ എങ്ങനെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കത്തില്ലേ? ബൈ.